നിങ്ങൾ ഈ കാണുന്നത് ഒരുതരം ബനാനയാണ്, അല്ലെങ്കിൽ പഴമാണ്. ഇത് ഹവായിയൻ ബനാന എന്നാണ് എഴുതിയേക്കുന്നത്. ഇതിപ്പോൾ സൂപ്പർ ജി മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലാണ്. അപ്പോൾ ഹവായി ഐലൻഡ്സിൽ നിന്ന് കൊണ്ടുവന്ന ബനാന എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏത് വെറൈറ്റി എന്ന് വെച്ചിട്ട് അവർക്ക് കറക്റ്റ് അറിയില്ല. 3 വെറൈറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആപ്പിൾ ബനാന, ഐഹൊലേന, പൊപ്പോലു, ഇതിലേതെങ്കിലും ഒന്നാണെന്നാണ് പറയണത്. പിന്നെ ഇത് ടേസ്റ്റിയാണ്. പിന്നെ ഇത് മുറിച്ച് കഴിഞ്ഞാൽ ആ കാരമലൈസ് കളറ് മാറിൽ വളരെ താമസിച്ചേ ഉണ്ടാവുള്ളൂ. അത് കാരണം ഇത് കൂടുതലായിട്ടും സാലഡ്സിനും അസൈ ബോൾസിനും പിന്നെ ഡീഹൈഡ്രേറ്റിംഗ് ഇൻറ്റു ച്യൂവി സ്നാക്സ് ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് പറയണത്. ഇത് പഴുക്കാൻ മാക്സിമം 48 മണിക്കൂർ എടുക്കുമെന്നാണ് പറഞ്ഞത്. അതിനുള്ളിൽ പഴുക്കുമെന്ന് പറഞ്ഞത്. ഇനി ബാക്കി നമുക്ക് ഇത് പഴുത്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് ഞാൻ കുറച്ച് നേരം കൂടി കാണിക്കാം. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ ഏത് വെറൈറ്റിയാണ്. ഹവായിയൻ ബനാന എന്നുള്ള പേരാണ് ഇപ്പോൾ അറിയാവുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കാണുന്നത് ഒരുതരം ബനാനയാണ്. ഇത് ഹവായിയൻ ബനാന എന്നാണ് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ കാണിച്ച പോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഒരു ടൈപ്പ് ബനാന, എന്താ പൊപ്പോലു ബനാന എന്ന് പറഞ്ഞിട്ട് മറ്റേ ബനാന റിസർച്ച് സെൻറ്റർ തൃശ്ശൂർ കന്നാര അവരിറക്കിയിട്ടുണ്ട്. അപ്പോൾ അതായിട്ട് സിമിലറാണ്, പക്ഷെ സെയിം അല്ല. അപ്പോൾ ഇത് ഹവായിയൻ ബനാന അവിടെ 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഒരു ടൈപ്പാണ് പോപ്പോലു എന്നാണ് പറയണത്. അപ്പോൾ പോപ്പോലുവിൻ്റെ ഡിസ്റ്റൻറ്റ് കസനായിട്ട് വരും. അപ്പോൾ ഏതായാലും നമുക്ക് ഇത് മുറിച്ച് നോക്കാം. എന്തായാലും ഇത് പോപ്പോലുവിനേക്കാളും ചെറിയ വലിപ്പമുണ്ട് ഇതിന് പോപ്പോലുവിൻ്റെ സൈസാണ് ഉള്ളത്. ഏതായാലും നമുക്ക് ഏതാ ഞെങ്ങുള്ളിലെന്ന് നോക്കട്ടെ. അപ്പോൾ ഇത് ഏതായാലും പച്ചയാണ്. അപ്പോൾ ഇത് മാറ്റി ഇതിൽ രണ്ടിൽ ഏതാ മുറിക്കണ്ട എന്നാണ് സംശയം. ഏതായാലും നമുക്ക് ഈ വലുതൊന്ന് നോക്കാം. അപ്പോൾ ഇത് നെറ്റിൽ എനിക്കാരും കണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പൊളിച്ചെടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉള്ളിപ്പോൾ ഏതാണ്ട് നമ്മുടെ ചിങ്ങമ്പഴം പോലെ ഉണ്ട്, റോബസ്റ്റ. ആണെങ്കിൽ ചെറിയൊരു പീസ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് ആകെ ഇതുപോലെ ഇരിക്കുന്നത്. ഒന്ന് കഴിച്ചു നോട്ടെ. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഇപ്പോൾ എന്താ ടേസ്റ്റ് പറയണമെന്ന് അറിയില്ല. ഒരു ഏത്തപ്പഴത്തിൻ്റെയും ഈ റോബസ്റ്റയും കൂടി രണ്ടിൻ്റെ ടേസ്റ്റ് മിക്സ് ചെയ്ത് അങ്ങനെ ഇരിക്കും, അതേപോലത്തെ ടേസ്റ്റാണ്. പക്ഷെ അതിന് ഇത്തിരി ഏത്തപ്പഴത്തിൻ്റെ ടേസ്റ്റ് കൂടിയുണ്ട്. അപ്പോൾ അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി പോപ്പോലുവിൻ്റെ ടേസ്റ്റ് ഇതേപോലെ ആണെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യുക. എന്തായാലും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ബനാന നോർത്ത് അമേരിക്കയിൽ അല്ല, ഈ മറ്റേ ലാറ്റിൻ അമേരിക്കയിലായാലും നോർത്ത് അമേരിക്കയിലായാലും പിന്നെ ഈ കരീബിയനിലൊക്കെ ഹവായിലൊക്കെ കൂടുതലും മറ്റേ ടോസ്റ്റോൺസൊക്കെ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മൂക്കാത്തത് മലയാളത്തിൽ ചെനച്ചതെന്ന് പറയും. ഇനി കേരളത്തിലെ എല്ലായിടത്തും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അറിയില്ല. കുറച്ച് മൂപ്പുള്ളത് എന്നാൽ പഴുക്കാത്ത ടൈപ്പാണെങ്കിൽ അത് മറ്റേ എടുത്തിട്ട് കുക്കിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. മറ്റേ സ്വീറ്റ് പൊട്ടറ്റോ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് അതേപോലെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കറികളിലൊക്കെ ഇടുന്നുണ്ട്. ഇത് നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവരും
ട്രൈ ചെയ്യേണ്ടതാണ്. നമ്മുടെ നാട്ടിലും കൊണ്ടുവരാൻ നോക്കണം. ഒരു വ്യത്യസ്തതയുണ്ട് എന്തായാലും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയേണ്ടത്. ഹവൈയൻ ബനാനെ പറ്റി പറയേണ്ടത്. ഹവൈയൻ പഴം എന്ന് വേണമെങ്കിൽ പറയാം. ഹവൈയൻ ബനാന. ഓക്കെ.